ഇനി നടൻ സലീം കുമാറിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. മനോവൈകല്യമുള്ളവരെ ആക്ഷേപിച്ച് പ്രസ്താവന നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ദ നാഷണൽ പ്ലാറ്റ്ഫോം ഫോർ ദ റൈറ്റ്സ് ഓഫ് ദി ഡിസേബിൾഡ് എന്ന സംഘടന പരാതി നൽകിയിരിക്കുന്നത്. സലീം കുമാറിനെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ നിന്ന് വിലക്കണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെടുന്നത്. കിരൺ കുമാർ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. കിരൺ, സലീം കുമാറിനെതിരെയുള്ള പരാതി എന്താണ്? എപ്പോഴായിരുന്നു ഈ പരാതിയുമായി ബന്ധപ്പെട്ട സംഭവം ഉണ്ടാകുന്നത്? ഇനി നടപടികൾ എങ്ങനെയായിരിക്കും? അഖില, കഴിഞ്ഞ ആഴ്ച പറവൂരിൽ വി.ഡി. സതീശന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുന്നതിനിടയിലാണ് സലീം കുമാർ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്. കേരളത്തിന്റെ വികസനത്തെക്കുറിച്ച് പറയുന്ന ആളുകൾക്ക് മാനസിക രോഗമുണ്ട് എന്നുള്ളൊരു കാര്യമായിരുന്നു സലീം കുമാർ പറഞ്ഞത്. കേരളത്തിലെ റോഡുകൾ മികച്ചതാണ് എന്ന തരത്തിൽ മുഖ്യമന്ത്രി നേരത്തെ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അത് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിന്റെ മകൻ പറഞ്ഞു എന്ന രീതിയിലായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഈ കുട്ടിയെ പിന്നീട് സലീം കുമാർ അന്വേഷിച്ചു പോയ താൻ കണ്ടത് ഊളംപാറയിലെ മാനസികാരോഗ്യ കേന്ദ്രത്തിലായിരുന്നു ഈ കുട്ടി ഉണ്ടായിരുന്നത്. പിന്നീട് ഈ കുട്ടിക്ക് ഷോക്ക് അടിപ്പിച്ചു, അതോടുകൂടി മാനസിക നില ശരിയായി എന്ന തരത്തിലായിരുന്നു സലീം കുമാറിന്റെ പ്രസ്താവന ഉണ്ടായിരുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലായിരുന്നു ഇക്കാര്യങ്ങളും പറയുകയും ചെയ്തിരുന്നത്. ഈ പ്രസ്താവന മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ആളുകളെ അധിക്ഷേപിക്കുന്ന തരത്തിലാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ NPRD പരാതി നൽകിയിരിക്കുന്നത്. മാത്രമല്ല, രാഷ്ട്രീയ എതിരാളികളെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടി മാനസിക രോഗാവസ്ഥകളെ തരംതാഴ്ന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നു എന്ന രീതിയിൽ അടക്കം ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏതായാലും സലീം കുമാറിനെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ നിന്ന് വിലക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് NPRD പരാതി നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ പരാതി നൽകിയിട്ടുള്ളത്. ഏതായാലും സലീം കുമാർ എറണാകുളം ജില്ലയിൽ UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ വളരെയധികം സജീവമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലായിരുന്നു ഇത്തരത്തിലൊരു പരാതി ഇപ്പോൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ എല്ലാം തന്നെ അദ്ദേഹം വി.ഡി. സതീശനോടൊപ്പം തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ ഉണ്ടായിരുന്നു. വീടുകളിലുള്ള ഗൃഹസമ്പർക്കം അടക്കമുള്ള പരിപാടികളിലേക്കടക്കം സലീം കുമാർ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് ആലുവ നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി അൻവർ സാദത്തിന് വേണ്ടി റോഡ് ഷോയിലടക്കം സലീം കുമാർ പങ്കെടുക്കുന്നുണ്ട്. വൈകിട്ട് 4 മണിക്കാണ് ഈ റോഡ് ഷോ നടക്കേണ്ടിയിരുന്നത്. ഏതായാലും ഈ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ എത്തരത്തിൽ കാര്യങ്ങൾ ഇനി പോകും, അദ്ദേഹത്തിനെതിരെ ഏതൊക്കെ തരത്തിലുള്ള നടപടികൾ ഉണ്ടാകും എന്നുള്ളൊരു കാര്യമാണ് കണ്ടറിയേണ്ടത്. അഖില, കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് നടപടിയാണ് സ്വീകരിക്കുക എന്നുള്ളതാണ് അറിയേണ്ടത്. വൈകുന്നേരത്തെ പരിപാടിയിൽ സലീം കുമാറിന് പങ്കെടുക്കാൻ കഴിയുമോ എന്നുള്ളൊരു ആകാംക്ഷ ഉയരുകയാണ്.